ഹലോ ഫ്രണ്ട്സ്, ഈ ഭൂമിയിൽ ചില രഹസ്യങ്ങളുണ്ട്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മുറിപ്പാടുകൾ മായാതെ നിൽക്കുന്ന ചില കഥകൾ. ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ദുരന്തം ഇന്നും അവിടുത്തെ മൺതരികളിൽ ഒരു തേങ്ങലായി അവശേഷിക്കുന്നുണ്ടാവാം. രാജസ്ഥാനിലെ മണൽക്കാടുകൾക്കുള്ളിൽ അങ്ങനെ ഒരു കഥ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു രാത്രിയിൽ ഒരു ഗ്രാമത്തിലെ 5000-ലധികം ആളുകൾ തങ്ങളുടെ വീടും ജീവിതവും ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി മറിഞ്ഞ ഒരു കഥ. ആ സ്ഥലമാണ് രാജസ്ഥാനിലെ കുൽധാര. ജയ്സാൽമീറിലെ മണൽ നിറഞ്ഞ മരുഭൂമിയിൽ 200 വർഷത്തിലധികമായി ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു ഗ്രാമം. 13-ാം നൂറ്റാണ്ടിൽ അവിടെ എത്തിയ പാലിവാൽ ബ്രാഹ്മണർ സ്നേഹത്തോടെയും കഠിനാധ്വാനത്തോടെയും പടുത്തുയർത്തിയ ഒരിടം. ഇവിടെ ഒരിക്കൽ ജീവിതത്തിൻ്റെ തുടുപ്പുകളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു, ചിരിക്കുന്ന മുഖങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രാമം ഇപ്പോൾ നിശബ്ദമാണ്. ആ വീടുകൾക്കൊന്ന് ജീവനില്ല. എല്ലാറ്റിനും ഒരു കാരണമുണ്ടായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഈ ഗ്രാമം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഒരു ക്രൂരനായ ദിവാന്റെ ഭരണത്തിന് കീഴിലായി. ദിവാൻ സലീം സിംഗ്. യാദൃശ്യമായിട്ട് ഒരിക്കൽ ആ ഗ്രാമത്തിലെത്തിയ അയാളുടെ കണ്ണുകൾ ഗ്രാമമുഖ്യന്റെ സുന്ദരിയായ മകളിലേക്ക് പതിഞ്ഞു. അത് വെറുമൊരു നോട്ടമായിരുന്നില്ല, അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ആർത്തിയായിരുന്നു അയാൾക്ക്. അവൻ ഗ്രാമത്തലവനെ ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടിയെ തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എതിർത്താൽ ഗ്രാമത്തിൽ കൂടുതൽ നികുതി ചുമത്തുമെന്നും വേണ്ടി വന്നാൽ ഗ്രാമത്തെ തന്നെ മുഴുവൻ ഇല്ലാതാക്കുമെന്നും അയാൾ പറഞ്ഞു. അവർക്ക് മുന്നിൽ 2 വഴികളുണ്ടായിരുന്നു. ഒന്നുകിൽ ആ പെൺകുട്ടിയെ ബലി കൊടുത്ത് സ്വന്തം ജീവൻ രക്ഷിക്കുക, ഗ്രാമങ്ങൾ നിലനിർത്തുക, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പ്രതിരോധിക്കുക. ദിവാൻ സലീം സിംഗിന് ആ പെൺകുട്ടിയെ വിട്ടുകൊടുക്കുന്ന കാര്യം കുട്ടിയുടെ മാതാപിതാക്കൾക്കോ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം അവളുടെ അച്ഛനേക്കാൾ പ്രായമുള്ള അയാൾക്ക് ആ സമയത്ത് തന്നെ 4 ഭാര്യമാരും നിരവധി വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു. എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യും? കൂടിയാലോചനകൾക്കായി അവർ ഒരു പഞ്ചായത്ത് വിളിച്ചുകൂട്ടി. കുൽധാരയിലെയും ആ ഗ്രാമത്തെ ആശ്രയിച്ച് വളർന്ന ചുറ്റുമുള്ള 73 ഗ്രാമങ്ങളിലെയും പ്രതിനിധികൾ ചർച്ചകൾക്ക് ശേഷം ഒരു തീരുമാനത്തിലെത്തി. അവരുടെ ആ തീരുമാനം ഹൃദയത്തിൽ തട്ടുന്നതായിരുന്നു. ഒരു പെൺകുട്ടിയുടെ അഭിമാനത്തിനായി അവർ സ്വന്തം വീടും ജീവിച്ച മണ്ണും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി ഒരു നക്ഷത്രം പോലും അവരുടെ കണ്ണുനീർ കണ്ടില്ല. 84 ഗ്രാമങ്ങളിൽ നിന്ന് 5000-ലധികം കുടുംബങ്ങൾ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ തങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് ആ മണ്ണിൽ നിന്ന് യാത്രയായി. പോകുമ്പോൾ അവർ തിരിഞ്ഞു നിന്ന് ആ ഗ്രാമത്തെ നോക്കി ശപിച്ചു, ഇനി ഇവിടെ ആരും ജീവിക്കില്ല, ഈ ഗ്രാമം എന്നും ശൂന്യമായി കിടക്കും. ഇതെല്ലാം ആ പ്രദേശങ്ങളിൽ വാമൊഴിയായി തലമുറകൾ കൈമാറി വന്നൊരു കഥയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും ജനങ്ങൾ അവിടെ നിന്ന് എങ്ങനെ അപ്രത്യക്ഷരായെന്നോ എവിടെ പോയെന്നോ ഇന്ന് വരെ ആർക്കും അറിയാത്ത രഹസ്യമാണ്. ഇതിനെക്കുറിച്ച് ചരിത്രകാരന്മാരും സത്യാന്വേഷികളും പറയുന്ന പല തിയറികളുണ്ടെങ്കിലും ഒന്നും അത്ര വിശ്വസനീയമായില്ല. ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമം അവിടെയുണ്ടെന്ന്. സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു പട്ടണത്തോളം വളർന്ന ഒരു ഗ്രാമത്തിന്റെ ശേഷിപ്പുകൾ ആർക്കും വേണ്ടാതെ കുൽധാര എന്ന സ്ഥലത്ത്. ഗ്രാമത്തിനേറ്റ ആ ശാപം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പലപ്പോഴും വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. തകർന്ന വീടുകൾക്കിടയിൽ കാൽപ്പെരുമാറ്റം കേൾക്കുന്നു. അടുപ്പുകളിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ മണം വരുന്നു. കൂടാതെ സ്ത്രീകളുടെ അടക്കി പിടിച്ച സംസാരവും പാദസരങ്ങളുടെ കിലുക്കവും. അന്ന് അപ്രത്യക്ഷരായ ഗ്രാമീണരുടെ ആത്മാക്കൾ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നാണ് അവർ കരുതുന്നത്. ഒരു പക്ഷേ അവർക്ക് പറയാനുള്ളത് ആ രാത്രിയുടെ വേദനയുടെ കഥകളായിരിക്കാം. ഇന്ന് കുൽധാര ഗ്രാമം വിനോദസഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. പകൽ വെളിച്ചത്തിൽ ഇതൊരു ചരിത്ര സ്ഥലമാണെങ്കിലും രാത്രിയിൽ ഈ ഗ്രാമം തൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് മന്ത്രിക്കുന്നു. അതിനാൽ പകൽ സമയത്ത് മാത്രമാണ് സന്ദർശകർക്ക് ഇവിടെ പ്രവേശനമുള്ളത്. ഇവിടേക്കുള്ള ഗേറ്റ് പകൽ തുറന്നു കിടക്കും, പക്ഷേ ഇരുട്ടുമ്പോൾ അതടയ്ക്കും. കാരണം ആ ഇരുട്ടിൽ ഭയം മാത്രമാണ് നമുക്ക് കൂട്ടുകാർ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ആ കവാടം കടന്ന് അകത്തു പോകാൻ ആരും ധൈര്യപ്പെടാറില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രാജസ്ഥാനിൽ പോവുകയാണെങ്കിൽ കുൽധാര സന്ദർശിക്കണം. അവിടുത്തെ മണലിൽ കാലെടുത്ത് വെച്ച് ആ വേദനയുടെ കഥകൾ കൂടി കേൾക്കണം. കാരണം ചില സ്ഥലങ്ങൾ വെറും സ്ഥലങ്ങളല്ല, അത് നമ്മുടെ ഭൂതകാലത്തിന്റെ കണ്ണുനീർ വീണുറഞ്ഞ ഇടങ്ങളാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.